നമസ്കാരം. ഹിന്ദുമത വിശ്വാസപ്രകാരം മരണാനന്തരം ആത്മാവിന് ബന്ധുക്കൾ നൽകുന്ന പിതൃതർപ്പണം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഭഗവാൻ ശ്രീരാമൻ ദശരഥ മഹാരാജാവിന് പിതൃതർപ്പണം ചെയ്ത ക്ഷേത്രമെന്നും 365 ദിവസവും നിത്യ അമാവാസിയായി കണക്കാക്കി പിതൃതർപ്പണം നടക്കുന്നതും മനുഷ്യരൂപത്തിൽ വിനായക പ്രതിഷ്ഠയുള്ള ലോകത്തിലെ തന്നെ ഒരേ ഒരു ക്ഷേത്രമെന്നും സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം ശ്രീ സ്വർണ്ണവല്ലി അമ്പാൾ സമേത മുക്തീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ മായാവരം തിരുവാരൂർ പാതയിൽ പൂന്തോട്ടത്തിനടുത്ത് സിതലപ്പതി എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, മതിമുക്തീശ്വരർ, മുക്തീശ്വരർ, മന്ദാരവനേശ്വരർ എന്നീ നാമങ്ങളിലും ശ്രീപാർവതി സ്വർണ്ണവല്ലി അമ്പാൾ എന്ന നാമത്തിലും കുടികൊള്ളുന്നു. ആദിവിനായകർ ക്ഷേത്രമെന്നും ഇവിടം അറിയപ്പെടുന്നു. പ്രധാനമായും പിതൃതർപ്പണത്തിന് പ്രശസ്തിയുള്ള ക്ഷേത്രമാണിത്. ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പിതാവ് ദശരഥ മഹാരാജാവിന് എള്ളിനാൽ പിതൃതർപ്പണം ചെയ്ത സ്ഥലമെന്നതിനാൽ പുരാണങ്ങളിൽ ഈ പ്രദേശം തിലതർപ്പണപുരി എന്നറിയപ്പെട്ടു. തില എന്നാൽ എള്ള്. ഈ ക്ഷേത്രത്തിൽ എന്നും നിത്യ അമാവാസിയായതിനാൽ ദിനവും പിതൃകർമ്മങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. 365 ദിവസവും പിതൃതർപ്പണം നടക്കുന്ന 7 സ്ഥലങ്ങളാണ് കാശി, രാമേശ്വരം, ശ്രീവാഞ്ചിയം, തിരുവൻകാട്, ഗയ, ത്രിവേണി സംഗമം, തിലതർപ്പണപുരി. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 58ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധർ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെ പറ്റി പതികം പാടിയിട്ടുണ്ട്. അരുണഗിരിനാഥർ തന്റെ തിരുപ്പുകളിൽ ഈ ക്ഷേത്രത്തിലെ മുരുകനെ പറ്റി പാടിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. വനവാസത്തിലായിരുന്ന ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും പിതാവ് ദശരഥ മഹാരാജാവിന്റെ വിയോഗമറിഞ്ഞ് അതീവ ദുഃഖിതരായി. യഥാവിധി പിതൃകർമ്മങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ച് പല സ്ഥലത്ത് പിതൃപൂജകൾ പിണ്ടങ്ങൾ സമർപ്പിച്ച് ചെയ്തെങ്കിലും അതൊന്നും ഫലവത്തായില്ല. ഒടുവിൽ ശ്രീരാമചന്ദ്രൻ ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ചു. ശിവഭഗവാൻ അദ്ദേഹത്തോട് ഇവിടെ സ്വർഗീയ പഞ്ചവൃക്ഷങ്ങളിൽ ഒന്നായ മന്ദാരവനത്തിലെത്തി അരുകിലൂടെ ഒഴുകുന്ന ഹരിസ്വൽ ആറ്റിൽ നീരാടി പിതൃതർപ്പണം ചെയ്യാൻ നിർദ്ദേശിച്ചു. അപ്രകാരം ശ്രീരാമൻ 4 പിണ്ടങ്ങൾ ഉരുട്ടിവെച്ച് യഥോചിതം പൂജകൾ ചെയ്തതും അത് 4 ശിവലിംഗങ്ങളായി മാറി. ദശരഥ മഹാരാജാവ് മോക്ഷപ്രാപ്തി അടഞ്ഞു. ഈ ക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടത്തിയാൽ പിതൃക്കൾ മോക്ഷപ്രാപ്തി കൈവരിക്കും എന്നതിന് സംശയമില്ല. പ്രകാരത്തിൽ ശ്രീരാമചന്ദ്രന്റെയും അദ്ദേഹം പ്രതിഷ്ഠിച്ച 4 ശിവലിംഗങ്ങളും ഭക്തർക്ക് ദർശിക്കാം. ഇവ പിതൃലിംഗങ്ങൾ എന്നറിയപ്പെടുന്നു. ശ്രീരാമൻ കൂട്ടത്തിൽ ജടായുവിനും തിലതർപ്പണം നടത്തിയതിനാൽ ഇവിടെ ശ്രീപരമേശ്വരൻ മുക്തീശ്വരർ എന്നറിയപ്പെട്ടു. ക്ഷേത്രവൃക്ഷത്തിന് താഴെ മന്ദാരവനേശ്വരർ ശിവലിംഗവുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ എല്ലാ നാളും നിത്യ അമാവാസി എന്ന കണക്കിൽ പിതൃതർപ്പണ പൂജകൾ നടക്കുന്നതിന് പറയുന്ന കാരണം ഇങ്ങനെയാണ്. മഹാഭാരത കഥയിൽ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പഞ്ചപാണ്ഡവന്മാരെ ജയിക്കാനായി ദുര്യോധനനും ശകുനിയും സഹദേവന്റെ അടുത്ത് ജ്യോതിഷപ്രകാരം യുദ്ധം തുടങ്ങാൻ നല്ല നേരം ഏതെന്ന് ഗണിച്ചു പറയാൻ നിർദ്ദേശിച്ചു. ചോദിക്കുന്നത് ശത്രുക്കളാണെങ്കിലും സത്യസന്ധനായ സഹദേവൻ പൂർണ്ണ അമാവാസി എന്ന് ഗണിച്ചു പറഞ്ഞതും കൗരവർ അന്നേ ദിവസം മൃഗബലി നൽകാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ ശ്രീകൃഷ്ണൻ കൗരവർ ജയിക്കരുത് എന്നതിനാൽ ഒരു തന്ത്രം പ്രയോഗിച്ചു. അമാവാസിക്ക് ഒരു നാൾ മുമ്പേ ഹരിസലാറ്റിൻ തീർത്ഥക്കരയിൽ ഇരുന്ന് ശ്രീകൃഷ്ണൻ പിതൃതർപ്പണം ചെയ്യാൻ ആരംഭിച്ചു. ഇത് കണ്ട് സൂര്യനും ചന്ദ്രനും ഭൂലോകത്തിലേക്ക് ഓടിവന്ന് ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചു. ഞങ്ങൾ ഇരുവരും കൂടിച്ചേരുന്ന നാളാണല്ലോ അമാവാസി. അമാവാസി നാളെയാണല്ലോ. പക്ഷെ താങ്കൾ ഇന്നേ തർപ്പണം നടത്തുകയാണല്ലോ. ഭഗവാനെ, ഇത് ശരിയാവുമോ? അതിന് മറുപടിയായി ചിരിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ 2 പേരും ചേർന്നാണല്ലോ വന്നിരിക്കുന്നത്. അതിനാൽ ഇന്ന് തന്നെ അമാവാസി. ദുര്യോധനൻ അന്ന് അമാവാസിയാണെന്ന് വിചാരിച്ച് മൃഗബലി കൊടുത്തു. പക്ഷെ സത്യത്തിൽ അന്ന് അമാവാസി അല്ലാത്തതിനാൽ വിജയം പാണ്ഡവർക്ക് തന്നെ ലഭിച്ചു എന്നതാണ് കഥയുടെ അന്ത്യം. മുക്തീശ്വരരെ സൂര്യനും ചന്ദ്രനും ഒരേ നേരത്തിൽ വണങ്ങി ഇവിടെ അടുത്തടുത്തായി കുടികൊണ്ടതിനാൽ ഇക്കോവിലിൽ ദിനവും അമാവാസി എന്ന് ശിവഭഗവാൻ ആശീർവദിച്ചു. ഇത് നിത്യ അമാവാസി എന്ന് പറയും. ഇവിടെ പിതൃതർപ്പണം ചെയ്യാൻ അമാവാസി, നേരം, തിഥി, നക്ഷത്രം എന്നിവ നോക്കേണ്ട ആവശ്യമില്ല. ഏത് ദിവസവും ഏതു നേരം വേണമെങ്കിലും ശ്രാദ്ധവും തർപ്പണവും ചെയ്തു കൊള്ളാമെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ നരമുഖ ഗണപതിക്ക് പിന്നിലെ ഐതിഹ്യം ഇങ്ങനെയാണ്. ആദ്യകാലത്ത് തനിക്ക് തുണയായി പാർവതീദേവി സൃഷ്ടിച്ച കുഞ്ഞാണ് ആദിവിനായകർ. ഇക്കാര്യം അറിയാതിരുന്ന ശിവഭഗവാൻ പാർവതീദേവിയെ കാണാനെത്തിയപ്പോൾ തന്നെ തടസ്സപ്പെടുത്തിയ കുട്ടിയുടെ തല കണ്ടിച്ചു. വിവരം മനസ്സിലാക്കിയ പാർവതീദേവിയുടെ കണ്ണീരിൽ മനമലിഞ്ഞ ശ്രീപരമേശ്വരൻ വടക്കോട്ട് തലവെച്ച് ഉറങ്ങുന്ന ആദ്യം കാണുന്ന ആരുടെയെങ്കിലും തല വെട്ടിയെടുത്തു കൊണ്ടുവരാൻ തന്റെ ഭൂതഗണങ്ങളോട് നിർദ്ദേശിച്ചു. ശിവഭൂതഗണങ്ങൾ വടക്കോട്ട് തലവെച്ചുറങ്ങുകയായിരുന്ന ഒരു ആനയുടെ തല വെട്ടിയെടുത്തു കൊണ്ടുവന്ന് ഭഗവാന് കൊടുത്തു. ഭഗവാൻ ആ ശിരസ് കുട്ടിയുടെ ഉടലിനോട് ചേർത്ത് വെച്ച് ജീവൻ കൊടുത്ത് ഗണപതി എന്ന നാമം ചാർത്തി ഗണങ്ങളുടെ തലവനാക്കി നിയമിച്ചു. അതോടൊപ്പം ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതി പൂജിക്കപ്പെടും എന്ന വരവും കൊടുത്തു. ഇന്നും വടക്കോട്ട് തലവെച്ച് കിടക്കുന്നത് ആത്മീയമായും ആരോഗ്യപരമായും നിഷിദ്ധമാണ്. ആദിവിനായകർ നരമുഖ വിനായകർ എന്ന നാമത്തോടെ മനുഷ്യമുഖത്തോടെയുള്ള പ്രതിഷ്ഠയായി പ്രത്യേകം മണ്ഡപത്തിൽ പടിഞ്ഞാറ് ദർശനമായി കൈകളിൽ മഴു, പാശം, മോദകം, താമരയോടെ നിലകൊള്ളുന്നു.
ഭക്തർ ഇവിടെ ഭഗവാന് പൊതിക്കാത്ത തേങ്ങയാണ് സമർപ്പിക്കുന്നത്. വ്യാഴാഴ്ചകളിൽ ഭഗവാന് പ്രത്യേകം പൂജകൾ നടക്കുന്നു. വിനായക ചതുർത്ഥിയാണ് ഭഗവാന്റെ പ്രധാന ഉത്സവം. ഈ സന്നിധിയിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ന്യായമായ ഏതാഗ്രഹവും സാധിക്കും എന്നത് ഇവിടെ എത്തുന്ന ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ഇത്തരത്തിൽ വിനായകർ മനുഷ്യമുഖത്തോടെയുള്ള പ്രതിഷ്ഠ ലോകത്തിൽ തന്നെ വേറെ എവിടെയും ഉള്ളതായിട്ടറിവില്ല. 1000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നതും 3 നിലയുള്ള കിഴക്ക് ദർശനമായ രാജഗോപുരത്തോടും കൂടി കാണപ്പെടുന്ന ഈ ചെറിയ ക്ഷേത്രം 7-ാം നൂറ്റാണ്ടിന് മുമ്പ് നിലനിന്നിരുന്നതായാണ് അനുമാനം. പിന്നീട് വിജയനഗര സാമ്രാജ്യ അധിപതികളുടെ ഭരണകാലത്ത് ഈ ക്ഷേത്രം കരിങ്കല്ലാൽ പുനർനിർമ്മാണം ചെയ്യപ്പെട്ടു. നാട്ടുകോട്ടെ നഗരത്താറുകളുടെ അധീനതയിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ശിവകാമ വേദ പാഠശാലയും പ്രവർത്തിക്കുന്നുണ്ട്. 2012 ജൂലൈ മാസത്തിലാണ് കുംഭാഭിഷേകം നടന്നത്. ഈ കോവിലിനരികിലൂടെ ഒഴുകുന്ന അരിസിലാറ് വടക്കു നിന്ന് തെക്ക് നോക്കി ഉത്തരവാഹിനിയായി ഒഴുകുന്നു. ഇതുപോലെയുള്ള നദികൾക്കരികിലുള്ള കോവിലുകളിൽ പ്രാർത്ഥിച്ചാൽ ധനസമൃദ്ധി എന്നത് സിദ്ധരഹസ്യം. പ്രധാന ഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാൻ, നേരെ പ്രധാന കരുവറ. ഇവിടെ ശ്രീപരമേശ്വരൻ, മതിമുക്തീശ്വരർ, മുക്തീശ്വരർ എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും എത്ര തലമുറ മുമ്പുള്ളതായാലും പിതൃക്കൾക്ക് യഥാവിധി പൂജകൾ ചെയ്താൽ മോക്ഷപ്രാപ്തി നിശ്ചയം എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. മുമ്പൊരു കാലത്ത് ബ്രഹ്മദേവൻ ഉർവശിയെ പ്രണയിച്ചപ്പോൾ ശിവഭഗവാൻ ബ്രഹ്മദേവനെ ശപിച്ചു. ഇവിടെ ഭഗവാനെ പൂജിച്ചാണ് ബ്രഹ്മാവ് തന്റെ ശാപം മാറ്റിയത്. പട്ടണത്താർ, ആദിശേഷൻ, വേദവ്യാസർ, ഗായത്രി എന്നിവർ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായും ഐതിഹ്യമുണ്ട്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരത്തായി കൂത്തന്നൂർ സരസ്വതി ക്ഷേത്രവുമുണ്ട്. ഭഗവാന്റെ സന്നിധിക്ക് വലതുവശത്താണ് ദേവി സന്നിധി. ദേവി സ്വർണ്ണവല്ലിത്തായാർ എന്ന നാമത്തിൽ തെക്ക് ദർശനമായി ശ്രീചക്രത്തിൽ നിലകൊള്ളുന്നു. സ്വർണ്ണവല്ലിത്തായാർക്ക് വസ്ത്രം ചാർത്തി അർച്ചനകൾ ചെയ്താൽ സ്വർണ്ണ സമ്പാദ്യം വർദ്ധിക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം. സ്വർണ്ണ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും സ്വർണം വെള്ളി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരും അഭിവൃദ്ധിക്കായി ഇവിടെ വന്നു പോകുന്നത് സുലഭം. ഈ ക്ഷേത്രത്തിലുള്ള ഇടതുകാൽ പിന്നോക്കി നിൽക്കുന്ന അഷ്ടഭുജ ദുർഗയ്ക്ക് രാഹുകാലത്ത് നാരങ്ങാദീപം തെളിയിച്ചാൽ വിവാഹ തടസ്സങ്ങൾ മാറും. ഈ ക്ഷേത്രത്തിലെ നവഗ്രഹ സന്നിധിയിൽ സൂര്യൻ മാത്രം ഉയർന്ന പീഠത്തിൽ നിലകൊള്ളുന്നു. ശ്രീമൻ നാരായണൻ ഇവിടെ ശ്രീരാമനായും ഭൂദേവി ശ്രീദേവി സമേത മഹാവിഷ്ണുവായും ലിംഗോദ്ഭവരായും 3 രൂപത്തിൽ ദർശനം തരുന്നു. ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ ശ്രീരാമൻ, ലക്ഷ്മണൻ, നവഗ്രഹങ്ങൾ, ഭൈരവർ, പിതൃലിംഗങ്ങൾ, മന്ദാരവനേശ്വരർ, നാൽവർ, അഷ്ടഭുജ ദുർഗ, നടരാജർ, ശിവഗാമി, കാശി വിശ്വനാഥർ, ദക്ഷിണാമൂർത്തി, വിനായകർ, സുബ്രഹ്മണ്യർ, സൂര്യൻ, ചന്ദ്രൻ, നരമുഖ വിനായകർ, ബ്രഹ്മാവ്, നാഗർ, ശ്രീദേവി ഭൂദേവി സമേത മഹാവിഷ്ണു, ലിംഗോദ്ഭവർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം മന്ദാരം. ക്ഷേത്രതീർത്ഥം സൂര്യതീർത്ഥം, ചന്ദ്രതീർത്ഥം, അരസിലാറ്. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, അമാവാസി, ശിവരാത്രി, തൃക്കാർത്തിക, വിനായക ചതുർത്ഥി, കന്ദഷഷ്ഠി എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മയിലാടുതുറയിൽ നിന്ന് 25 കിലോമീറ്റർ, പൂന്തോട്ടത്തിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പൂന്തോട്ടം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.